ഈ വെർട്ടിക്കൽ പോട്ടിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചീര എന്ത് ചീരയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടുകാരെ? അതായത് ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പിടിപ്പിച്ചിട്ട് 2 ആഴ്ച കേട്ടോ. നമ്മളിത് കുറച്ച് ഇങ്ങനെ മുകളിൽ കട്ട് ചെയ്തെടുക്കുകയാണേ. ഇത് സൂപ്പ് വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ തോരൻ വയ്ക്കാനും കറി വയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇത് കുറച്ചുകൂടി നല്ല കരുത്തോടെ വളരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം എന്താണ് പറയുക, വീട്ടുവളപ്പിൽ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു തണ്ട് കൊണ്ട് വെച്ചതാണ് കേട്ടോ. അതിപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് കട്ട് ചെയ്ത് നമ്മൾ ഈ വെർട്ടിക്കൽ ആയിട്ട് നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയുക, ഒരാഴ്ചയിലൊന്നൊക്കെ ഇതിൻ്റെ ചീര നമുക്ക് കറി വയ്ക്കാൻ പറ്റും. അറിയാമല്ലോ പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. വൈറ്റമിൻ എ, സി, ഇരുമ്പ്, കാൽഷ്യം, നാരുകൾ ഇവയുടെ കലവറയാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. അതായത് വൈറ്റമിൻ എ നമുക്കറിയാമല്ലോ, ഇത് വൈറ്റമിൻ എ കൂടുതൽ അടങ്ങിയിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് കണ്ണിന് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഇതിനെ പൊന്നാങ്കണ്ണി എന്ന് തന്നെ പേര് പറയുന്നത്. പിന്നെ അറിയാമല്ലോ വൈറ്റമിൻ സി ആണെങ്കിൽ നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതുപോലെ അയൺ ആണെങ്കിൽ ആരോഗ്യകരമായ രക്തകോശങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മണ്ണും കുറച്ച് ചാണകപ്പൊടിയും ഒത്തിരി എല്ലുപൊടിയും ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, കൊക്കോപ്പിറ്റ് ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചകിരിച്ചോറ്, അതായത് ഇത് അധികം വെയിറ്റ് താങ്ങാൻ പറ്റില്ലല്ലോ ഈ വെർട്ടിക്കൽ പോട്ടുകൾക്ക്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ പോട്ടിലും ഇങ്ങനെ ഓരോ പോട്ടും എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, വെർട്ടിക്കലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. വെറുതെ ചെടി നടുന്നേക്കാളും നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. നേരത്തെ ഇതിനകത്ത് ചെടി നട്ടിരുന്നതായിരുന്നു. അപ്പോൾ കാൽഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ അസ്ഥികൾക്കും പല്ലുകൾക്കൊക്കെ നല്ലതാണ്. പിന്നെ നാരുകൾ ഉള്ളതുകൊണ്ട് ദഹനത്തിനും വളരെ നല്ലതാണ്. പരിപ്പിൻ്റെ കൂടെ ചേർത്ത് വെച്ചാലും ഇത് വളരെ നല്ല രുചിയുള്ളൊരു കരുതൽ. വലിയ പരിചരണമൊന്നും കൊടുക്കാതെ തന്നെ വളരുമെന്നതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. പിന്നെ പറ്റുന്നിടത്തോളം നമ്മൾ ജൈവ വളം ഉപയോഗിച്ച് വേണം ഇത് കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ പൊന്നാങ്കണ്ണി ചീര വളർത്താറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ അധികം സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഈ വെർട്ടിക്കലായിട്ടൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വെറുതെ ഇത് പറമ്പിൽ വളർത്തിയാൽ മതി. നന്നായിട്ട് നല്ല സ്പ്രെഡ്, എന്താ പറയുക, പടർന്ന് ഇത് വളർന്നോളും. പക്ഷെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഇത് പറിക്കുന്ന ചീരയെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ കഴിക്കാവുള്ളൂ എന്നും കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇത് നമുക്ക് സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയ നല്ല പോഷകഗുണമുള്ള ഒരു ചീരയാണിത്. അപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇത് വീട്ടിൽ നട്ടു വളർത്തിയിട്ട് എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ 2 തണ്ട് കിട്ടിയാൽ മതി നമുക്ക് ഇത്. പിന്നെ എന്താ പറയുക, വെയിൽ ഉണ്ടാകുന്നതനുസരിച്ച് ഇതിൻ്റെ കളർ മാറി വരും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.